കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്എഫ്ഐക്ക് വൻ വിജയം. മുഴുവൻ ജനറൽ സീറ്റുകളിലും എസ്എഫ്ഐ വിജയിച്ചു. തുടർച്ചയായ 26ാം വർഷമാണ് എസ്എഫ്ഐയുടെ വിജയം. അതേസമയം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കെഎസ്യു എംഎസ്എഫ് സഖ്യം ആസൂത്രണം നടത്തി. സമഗ്ര വിവരങ്ങൾ സന്തോഷ് നൽകും. റിപ്പോർട്ട് കാണാം. കെഎസ്യു എംഎസ്എഫ് സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് തുടർച്ചയായ 26ാം വർഷവും കണ്ണൂർ സർവകലാശാല യൂണിയൻ ഭരണം എസ്എഫ്ഐ നിലനിർത്തിയത്. ചെയർപേഴ്സൺ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ മേജർ സീറ്റുകളിലും എസ്എഫ്ഐ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചത്. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിലാണ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ പ്രധാനപ്പെട്ട സീറ്റുകളിലെല്ലാം തന്നെയും 40-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എസ്എഫ്ഐയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. എസ്എഫ്ഐയുടെ ചെയർപേഴ്സണായി നന്ദജ് ബാബു, സെക്രട്ടറിയായി കവിത കൃഷ്ണൻ, ലേഡി വൈസ് ചെയർപേഴ്സണായി അൽന വിനോദ്, വൈസ് ചെയർപേഴ്സണായി എം ദിൽജിത്ത്, ജോയിന്റ് സെക്രട്ടറിയായി കെ അതിഷ, കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവായി പി കെ ശ്രീരാഗ് എന്നിവരാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. 2 മൈനർ സീറ്റുകളിലാണ് കെഎസ്യു എംഎസ്എഫ് സഖ്യമായ യുഡിഎസ്എഫിന് വിജയിക്കാനായത്. കാസർഗോഡ് എക്സിക്യൂട്ടീവ് സ്ഥാനം 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും, വയനാട് എക്സിക്യൂട്ടീവ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ ഈ എംഎസ്എഫ് കെഎസ്യു സഖ്യവും എസ്എഫ്ഐയും തുല്യത പാലിച്ചതോടെ നറുക്കെടുപ്പുണ്ടാവുകയും ആ നറുക്കെടുപ്പിലൂടെ യുഡിഎസ്എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യുകയായിരുന്നു. പ്രധാനപ്പെട്ട സീറ്റുകളിൽ, മേജർ സീറ്റുകളിൽ ഒന്നും തന്നെ ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ യുഡിഎസ്എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്എഫ്ഐ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വർഗീയതയ്ക്കെതിരായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചും അതോടൊപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കുകയും കാവ്യവൽക്കരിക്കുകയും ചെയ്യുന്ന, ഗവർണർമാരെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് കാവ്യവൽക്കരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ തുറന്ന് എതിർത്തുകൊണ്ടും ആ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുമായിരുന്നു എസ്എഫ്ഐ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ എസ്എഫ്ഐ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾക്ക് കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നൽകിയ അംഗീകാരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന മിന്നും വിജയം. മാത്രമല്ല, ഇന്ന് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സർവകലാശാലയിൽ സംഘർഷമുണ്ടാക്കിയും അതോടൊപ്പം തന്നെ ഈ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാൻ ശ്രമിച്ചും കെഎസ്യു എംഎസ്എഫ് സഖ്യം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം കൂടെ നടത്തുകയുണ്ടായി. തുടർച്ചയായ സംഘർഷങ്ങളാണ് സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടായത്. എംഎസ്എഫിന്റെ കൗൺസിലർ എന്നുള്ള രീതിയിൽ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാനുള്ള ശ്രമം പിടിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ബസ്സുകളിൽ എത്തിയ എംഎസ്എഫ് യൂത്ത് ലീഗ് പ്രവർത്തകർ പോലീസിനും എസ്എഫ്ഐ പ്രവർത്തകർക്കും നേരെ ആക്രമം അഴിച്ചുവിട്ടത്. ഈ അക്രമത്തിൽ ഹെൽമറ്റ്, കല്ല്, വടി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ എസ്എഫ്ഐ പ്രവർത്തകർക്കും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ എസ്എഫ്ഐ പ്രവർത്തകരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ആൾമാറാട്ട നാടകവും എംഎസ്എഫിന്റെ നേതൃത്വത്തിൽ നടന്നു. വോട്ട് ചെയ്യാനെത്തിയ കൗൺസിലറെ സർവകലാശാല ക്യാമ്പസിന് പുറത്തുവച്ച് എസ്എഫ്ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപാകെ എംഎസ്എഫ് നടത്തിയിട്ടുള്ള ആരോപണം. ഈ ആരോപണം വലിയ വാർത്തയായി മാധ്യമങ്ങൾ നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ വിദ്യാർത്ഥിയുടെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഒരു ലൈവ് വീഡിയോ പുറത്തു വന്നത്. കർണാടകയിലെ ഹൊസൂരിലാണെന്നും വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് പോയതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാൻ കഴിയാത്തത് എന്നുള്ള സുഹൃത്തിനയച്ച ഒരു ദൃശ്യമാണ് പുറത്തു വന്നത്. ആ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എംഎസ്എഫിന്റെ ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം കൂടി പൊളിയുകയും ചെയ്തു. ഏതായാലും കണ്ണൂർ സർവകലാശാല യൂണിയനിൽ എസ്എഫ്ഐയുടെ സമഗ്ര ആധിപത്യമാണ് 26ാം തവണ നടന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി വലിയ വിജയം നേടിക്കൊണ്ടാണ് എസ്എഫ്ഐ ഈ കണ്ണൂർ സർവകലാശാലയിലുള്ള ആധിപത്യം ഉറപ്പിച്ചത്.